വെയിലിനാണ് ചൂട് കൂടുതൽ. തെരഞ്ഞെടുപ്പ് നല്ല ഉഷാറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. വെയിലാണ് തളർത്തുന്നത് ചിലപ്പോഴെങ്കിലും. പ്രചാരണത്തിലെ വികസനം മാത്രമാണ്. വികസനം, അഴിമതിരഹിത ഭരണം, ഭാരതീയ ജനതാ പാർട്ടിയോട് ജനങ്ങളോടുള്ള ഒരു വിശ്വാസ്യത, കൂറ്, ഇതൊക്കെ എനിക്ക് പ്രയോജനകരമാവുന്നതാണ്. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്. ഒപ്പത്തിനൊപ്പമുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെയുള്ളത്. CPM-ന്റെ VK പ്രശാന്ത്, കോൺഗ്രസിൻ്റെ K മുരളീധരൻ, NDAയുടെ R ശ്രീലേഖ. എന്തായാലും കട്ടയ്ക്കുള്ള മത്സരമായിരിക്കും, കട്ടയ്ക്കുള്ള ത്രികോണ മത്സരമായിരിക്കും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. കാലാവസ്ഥയെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് എന്തായാലും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് NDA സ്ഥാനാർത്ഥിയായ R ശ്രീലേഖയ്ക്കൊപ്പം ആണ്. ഇന്ന് നല്ല ഉഷാറായിട്ട് പോണു. ഇന്നിപ്പോൾ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ, ഗുരുക്കന്മാർ, ഇവരുടെയൊക്കെ അനുഗ്രഹം തേടിയുള്ള ഒരു യാത്രയിൽ നിന്ന് തുടങ്ങി. ചട്ടമ്പി സ്വാമികളുടെ അനുഗ്രഹം വാങ്ങിച്ചു, ചെമ്പഴത്തി ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു, ഇപ്പോൾ ഇവിടെ അയ്യങ്കാളി സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിച്ചു. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. നമ്മുടെ പൊതുജന സമ്പർക്കം, ആ കാര്യങ്ങളാണ് ഇനി ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിനാണോ വെയിലിനാണോ ചൂട് കൂടുതൽ? വെയിലിനാണ് ചൂട് കൂടുതൽ. തെരഞ്ഞെടുപ്പ് നല്ല ഉഷാറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. വെയിലാണ് തളർത്തുന്നത് ചിലപ്പോഴെങ്കിലും. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് പ്രധാനമായും ഉയർത്തുന്ന, അതായത് ഈ ഒരു പ്രചരണത്തിൽ ഉയർത്തുന്ന വിഷയം എന്തൊക്കെയാണ്? അത് കുറച്ച് ടൈറ്റാണ്. അതുകൊണ്ടാണ് പ്രചാരണത്തിലെ വികസനം മാത്രമാണ്. വികസനം, അഴിമതിരഹിത ഭരണം, പിന്നെ ഞാൻ എന്ന ഒരു വ്യക്തിയുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഒക്കെയുള്ള ഒരു സേവനം ഞങ്ങളിപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്, കോർപ്പറേഷൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്, നമ്മുടെ രാജ്യം ചെയ്ത് കാണിച്ചിരിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയോട് ജനങ്ങളോടുള്ള ഒരു വിശ്വാസ്യത, കൂറ്, ഇതൊക്കെ എനിക്ക് പ്രയോജനകരമാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആണല്ലോ. വട്ടിയൂർക്കാവിൽ തികഞ്ഞ വിജയപ്രതീക്ഷ എന്നാണ് BJP സ്ഥാനാർത്ഥി R ശ്രീലേഖ നമ്മളോട് വ്യക്തമാക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും R ശ്രീലേഖ വ്യക്തമാക്കുന്നു. മാറ്റം അനിവാര്യമാണ്. അതിനായി NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസനം സാധ്യമാകൂ. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വട്ടിയൂർക്കാവിൽ NDAയ്ക്ക് വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ BJPയെ സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും അത് വലിയ മുതൽക്കൂട്ടാകുമെന്നും R ശ്രീലേഖ വ്യക്തമാക്കുന്നു. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ശക്തരായ 3 സ്ഥാനാർത്ഥികളാണ്. NDA സ്ഥാനാർത്ഥി ശ്രീലേഖ, അതുകൂടാതെ CPM-ന്റെ MLA കൂടിയായ VK പ്രശാന്ത്, മറുവശത്ത് K മുരളീധരൻ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ. എന്തായാലും ഏറെ കടുത്ത മത്സരമായിരിക്കും വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നടക്കുക. കേരളം തന്നെ ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നിരവധി വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നതാണ്. VK പ്രശാന്തിനെതിരെ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ശ്രീലേഖ മുൻപും ഉയർത്തിയിരുന്നു. എന്തായാലും കേരളത്തിൽ കട്ടയ്ക്കൊരു ത്രികോണ മത്സരം തന്നെയായിരിക്കും വട്ടിയൂർക്കാവ് നടക്കുക എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. വലിയ ചൂടാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അനുഭവപ്പെടുന്നത്. ഈ പൊരിവെയിലത്തും സ്ഥാനാർത്ഥികൾ കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.